ഇതുപോലുള്ള സ്ഥലത്തോട് പോകുമ്പോഴാട്ടോ നമുക്ക് ഞാൻ മുന്നേ പറഞ്ഞ ആ റിസ്ക് എലമെന്റ് കൂടുതലുള്ളത്. നല്ല ദൂരത്തിലായിട്ട് ഒരു സെറ്റ് കാട്ടുപോത്തെ. അങ്ങനെ നമ്മൾ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് പെരും മഴയത്ത് തിരിച്ച് ക്യാമ്പിൽ എത്തിച്ചേർന്നിട്ടുണ്ടേ. ചേട്ടൻ പറഞ്ഞൊരു 3-4 അടിയെങ്കിലും ഹൈറ്റിലോട്ട് വെള്ളം കയറിയിട്ടുള്ളതാണ്. അപ്പുറത്തെ കരയിൽ അങ്ങ് കാണുന്നില്ലേ, അത് മുഴുവൻ പെരിയാറിൻ്റെ കോർസോണാട്ടോ. ചെറുതുണ്ട് വലുതുണ്ട്. ഈ വലുതിൻ്റെ ഈ പോർഷൻ ബാക്കി മാഞ്ഞു പോയതാണ്. ഇത് നമ്മൾ മിക്കവാറും കാട്ടിൽ കയറുമ്പോൾ കാണാൻ കിട്ടാറുള്ളതാണെങ്കിലും ഇത്രയും സമയം നിന്ന് കിട്ടാറില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കിടിലൻ വൈൽഡ് ലൈഫ് പ്രോഗ്രാം ആയിട്ടോ നമ്മുടെ ഈ ടൈഗർ ട്രെയിൽ എന്ന് പറയുന്നത്. കരയിൽ നിന്ന് മരത്തെ കെട്ടിയിട്ട് പോയത് അവിടെ എല്ലാം വെള്ളം കയറിയതുണ്ടോ. ഈ കാടിനകത്തുള്ള ഒരു പെറ്റ് ആനിമൽ എന്ന് വേണമെങ്കിൽ പറയാം. ഈ തിരിച്ചു വന്നപ്പോഴത്തേക്കും തണുപ്പ് കാരണേ കോട കയറിക്കുന്നുണ്ടോ. പെരും മഴയാട്ടോ. തേക്കടിയിൽ ഇതുപോലത്തെ മഴ ഇതുവരെ പെയ്തിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത്. നല്ല ഭംഗിയാട്ടോ കാടിനകത്തൂടെ മഴ കൊണ്ട് നടക്കാൻ. നമ്മൾ മല ഇറങ്ങി ചതുപ്പിനകത്തൂടെയൊക്കെ കയറി ഇറങ്ങി ഇതേ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വീണ്ടും മഴ ചാറി തുടങ്ങുന്നുണ്ടേ. മഴയത്ത് നടന്നു വരുമ്പോഴേ ഈ കാട്ടുപോത്തുള്ള എല്ലാ സൈഡിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോട്ട് ഗ്രീൻ. നമ്മുടെ ടൈഗർ ട്രെയിൽ സീസൺ 3യുടെ പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടൈഗർ ട്രെയിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ കാടിനകത്ത് പോയിട്ട് കുറേ 8-10 കിലോമീറ്ററോളം ദൂരത്തിൽ കാടിനകത്ത് ചെന്നിട്ട് അവിടെ 2 ദിവസം താമസിക്കാൻ മാത്രമല്ല കാട് മുഴുവൻ നടന്ന് കാണുന്ന ഒരു പരിപാടിയും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ കണ്ടിട്ടില്ല, അതൊരു ആദ്യം പോയി അത് കണ്ടിട്ട് വരണേ. നല്ല ദൂരത്തിലായിട്ട് ഒരു സെറ്റ് കാട്ടുപോത്തെ. ടൈഗർ നമ്മളിവിടെ കാട്ടുപോത്തിനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കടുവയുടെ നല്ലൊരു കാർച്ച കിട്ടും കേട്ടോ. ഒത്തിരി ദൂരത്തിൽ നിന്നാണ്, അത്ര അടുത്ത് നല്ലതെന്ന് പറഞ്ഞേ. അടുത്തുനിന്നായിരുന്നു നമുക്ക് ക്യാമറയിൽ കിട്ടിയേനെ. കുറച്ച് ദൂരത്തിൽ നല്ല 2-3 പ്രാവശ്യം കിട്ടും കേട്ടോ, പക്ഷേ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കിടിലൻ വൈൽഡ് ലൈഫ് പ്രോഗ്രാം ആയിട്ടോ നമ്മുടെ ഈ ടൈഗർ ട്രെയിൽ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ പോയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഹെവി പ്രോഗ്രാം ഇത് തന്നെയാണ് കേട്ടോ. എന്താ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ ഒരുപാട് സഫാരീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും സഫാരി പോകുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല നമ്മൾ കാട്ടിക്കൂടെ നടന്ന് ആനിമൽസിനെ കാണുന്നത് കേട്ടോ. നമ്മൾ അവരുടെ എക്കോസിസ്റ്റത്തിൽ അല്ലെങ്കിൽ അവരുടെ ടെറിട്ടറിയിൽ ഇറങ്ങി നിന്നിട്ടാണ് കേട്ടോ അവയെ കാണുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക ഫീല് തന്നെയാണ്. നമ്മൾ സഫാരി വാഹനത്തിലിരുന്ന് കാണുമ്പോൾ വാഹനത്തിൻ്റെതായ ഒരു സെക്യൂരിറ്റി സേഫ്റ്റിയൊക്കെ നമുക്കുണ്ടെങ്കിൽ ഇതിനകത്തുള്ള റിസ്ക് എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഇതിൽ നിന്നിട്ടാണ്, നമുക്ക് യാതൊരുവിധ സെക്യൂരിറ്റി സേഫ്റ്റി ഇല്ലാതെ അവരുടെ അനിമൽസിൻ്റെ സ്ഥലത്ത് നിന്നിട്ടാണ് ഇതിനെ കാണുന്നുള്ളത് കേട്ടോ. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു രസവും. ശരിയാണ്, രസമുള്ള സംഭവമാണെങ്കിലും ഇതിനകത്ത് റിസ്ക് എലമെൻറ്റും ഉണ്ട് കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ആന ചാർജ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു കാട്ടുപോത്തിൻ്റെയൊക്കെ മുന്നിലോട്ട് പെട്ടെന്ന് ചെന്ന് പെട്ട് കഴിഞ്ഞാൽ അത് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് എലമെൻറ്റ് ഇതിനകത്തുണ്ട്. ശരിയാണ്, നമുക്ക് സേഫ്റ്റി സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഇവർ എൻഷുർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ പോകുന്നത് കാട്ടിലേക്കാണ്, അതും ഒരു ടൈഗർ റിസർവിനുള്ളിലേക്കാണെന്നുള്ളത് മറക്കരുത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അഥവാ സംഭവിച്ചു പോയാൽ വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെയൊക്കെ എന്നാ പറയണ്ടേ, റെസ്പോൺസിബിലിറ്റി വേറെ ആർക്കുമല്ല, നമുക്ക് തന്നെയാണ്. അതറിഞ്ഞുകൊണ്ട് വേണം ഇതിനകത്തോട്ട് കയറാനേ. ഫ്രഷ് ആനപ്പുണ്ടെന്ന് നോക്കി. ചെറുതുണ്ടല്ലേ. ചെറുതുണ്ട് വലുതുണ്ട്. ഈ വലുതിൻ്റെ ഈ പോർഷൻ ബാക്കി മാഞ്ഞു പോയതാണ്. തള്ളയും കുഞ്ഞുണ്ടല്ലേ. തള്ളയും കുഞ്ഞോ. അത്ര പഴയ നല്ലതല്ലോ അല്ലേ. ഇത് കഴിഞ്ഞ ദിവസമൊന്നുമില്ല. നമ്മൾ ട്രക്കിങ്ങിനിടയ്ക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നതാണേ. ഇരുന്ന സ്ഥലം കണ്ടോ. ഒരുപാട് പല തവണയായിട്ട് ഇപ്പോൾ ട്രക്കിങ്ങിന് വന്നവർക്ക് കടുവയും കരടിയും ആനയൊക്കെ ആയിട്ട് എല്ലാവിധ ആനിമൽസിൻ്റെ സൈറ്റിങ്സ് കിട്ടിയിട്ടുള്ള ഒരു ഏരിയ കേട്ടോ ഇത്. നമ്മുടെ കൂടുതൽ ഇന്ന് ട്രക്കിങ്ങിനുള്ള ആൾക്കാരെയൊക്കെ പരിചയപ്പെടുക. ഞങ്ങൾ 4 പേരാണ് ബുക്ക് ചെയ്തത്. അത് കൂടാതെ 2 പേര് ബുക്ക് ചെയ്ത 2 വയനാട്ടുകാരാണ്. ഒന്ന് പേര് പറയാമോ? കൃഷ്ണ, ജിതിൻ. അപ്പോൾ ഇവർ നമ്മുടെ വീഡിയോസ് വേണ്ടിയിട്ടാണ് ബുക്ക് ചെയ്തതെന്ന് പറഞ്ഞു കേട്ടോ. സൈറ്റിങ്സ് കാണിച്ചു കൊടുത്തില്ല, ചിലപ്പം തല കിട്ടും. പിന്നെ നമ്മുടെ പതിവ് വാണ്ടർലെസ് സ്റ്റോറീസിലെ നിതിൻ, പിന്നെ പ്രശസ്ത ഫോട്ടോഗ്രാഫറും നമ്മുടെ ഉറ്റ സുഹൃത്തുമായ ഹാരിസ് കാസിം വ്ളോഗ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ഒക്കെ ഉണ്ട് കേട്ടോ. ആൾ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറും കൂടിയാണ്.
പിന്നെ നമ്മുടെ കൂടെയുള്ള ഇന്നത്തെ ഫോറസ്റ്റ് ഓഫീസർ ഇതേ നോബിൾ സാറാട്ടോ. നോബിൾ സാറിനെ നമ്മുടെ കരടിയൊക്കെ കിട്ടിയ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, ഇവിടുത്തെ ടൈഗർ ട്രെയിലിൻ്റെ നിറസാന്നിധ്യമാണ്. നോബിൾ സാർ ഒരു ഹായ് പറഞ്ഞാൽ. വീണ്ടും മറ്റൊരു പ്രശസ്ത ഫോട്ടോഗ്രാഫറും നമ്മുടെ കൂടെ ഇടിമുഴങ്ങം പാറയിലുണ്ടായിരുന്ന അനീഷ് ഗോപി. വൈൽഡ് ഫോക്കസ് എന്നാണ് ഇൻസ്റ്റാ അക്കൗണ്ട് അല്ലേ? ഇൻസ്റ്റാ അക്കൗണ്ട് ആശാൻ്റെ. അപ്പം കേട്ടോ ഇത്ര ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്ന കേട്ടോ. ഇതൊക്കെ പുള്ളിയുടെ ഇൻസ്റ്റാ അക്കൗണ്ടിലുണ്ടാവേ. നല്ല 2 കോമ്പിനേഷൻ കേട്ടോ, തോക്കും ക്യാമറയും കണ്ടോ. രാവിലത്തെ തെളിഞ്ഞ ക്ലൈമറ്റ് അങ്ങ് പോയി കേട്ടോ. അതെ, അടിപൊളി മഴ. ഹാരിസ് മഴയൊന്നും വകവെക്കാതെ മഴയത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ക്യാമറ കളയാതിരിക്കാൻ വേണ്ടിയിട്ടൊരു കുട പിടിച്ചിട്ടുണ്ട്. ഞാൻ ഏതായാലും ചെളിയിൽ വീഴാതെയും കടന്നു കേട്ടോ. അനീഷിൻ്റെ ഷർട്ട് മഴയത്ത് നടന്നു വരുമ്പോഴേ ഈ കാട്ടുപോത്ത് നല്ല സൈഡിൽ നിന്ന് ഇറങ്ങി വന്നാണ്. നമ്മളെ കണ്ടിട്ടുണ്ട് ഏതായാലും. എവിടെ? പോത്തിൻ്റെ ബാക്കിലാണോ? മഴ ചെറുതായിട്ടൊന്ന് ഒതുങ്ങി, എന്നാലും നല്ല മഴക്കാറും ചാറ്റലും ഉണ്ട് കേട്ടോ. നമ്മൾ കവളപ്പാറ കയറിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഡാമിൻ്റെ വെള്ളം കയറി കിടക്കുന്നതാണ്. അപ്പുറത്തെ കരയിൽ അങ്ങ് കാണുന്നില്ലേ, അത് മുഴുവൻ പെരിയാറിൻ്റെ കോർസോണാണ് കേട്ടോ. തൊട്ടടുത്ത് ആനയുണ്ട് കേട്ടോ, റൈറ്റ് സൈഡിൽ തൊട്ടടുത്തുണ്ട്. പോയേക്കുന്ന വഴിയാണ്. ഇതിലേ വന്നു പോയത്. തുറന്നു നിന്ന സമയത്താണ് ആനയുടെ കാർച്ചയൊക്കെ കേട്ടത്. ആനയിൽ മഴയും പെയ്തു തുടങ്ങി. രാത്രി ഒന്ന് ഇവിടെ കിടന്നാലേ, മഴയുള്ളതുകൊണ്ട്, മഴയും കാറ്റും ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് കയറിയതായിരിക്കും അല്ലേ? കാറ്റ് ആനയ്ക്ക് പേടിയായതുകൊണ്ടേ മരക്കൂട്ടത്തിൽ നിന്ന് മാറി മലമണ്ടേ വന്ന് കിടന്നതാണ്. നമ്മളങ്ങനെ കവളപ്പാറയുടെ ടോപ്പിലെത്തി കേട്ടോ. ഈ തൊട്ട് കീഴെ നമ്മളിങ്ങോട്ട് കയറി വന്നപ്പോഴേ ഈ കാണുന്ന പുല്ലിനകത്ത് നിന്ന് ഒരൊറ്റ ചാട്ടോ ഒരു ഓട്ടോ എന്നാന്ന് കണ്ടില്ല, മിക്കവാറും കാട്ടുപോത്ത് തന്നെയായിരിക്കും. നല്ല ഹെവി ആയിട്ടുള്ള എന്തോ സാധനമാണ്. അപ്പം പോത്തായിരിക്കാനാണ് സാധ്യത. എനിക്ക് നമ്മളങ്ങനെ അതിൻ്റെ ടോപ്പിലെത്തി കേട്ടോ. എന്ന സ്ഥലമാണെന്ന് എനിക്ക് മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളമായി കയറി കിടക്കുന്നതാണെന്നേ. റൈറ്റ് സൈഡിൽ അങ്ങേയറ്റത്ത് നമുക്ക് മുല്ലപ്പെരിയാർ കാണാം, പക്ഷേ അത് നമുക്ക് വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റത്തില്ല. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോട്ടാണോ അതോ ഡാമിൻ്റെ ആണോ? അവിടെ കൊണ്ടാ? അപ്പോൾ പെട്രോളിംഗ് ആണോ അതോ അവരെവിടെയെങ്കിലും പോയിട്ട് തിരിച്ച് പോകുന്നതായിരിക്കും? അങ്ങോട്ടേക്ക് പോകുന്നതായിരിക്കും അല്ലേ? അങ്ങോട്ട് പോകുമ്പോൾ പച്ചക്കാടുണ്ട്, മണക്കാവിലുണ്ട്, മുല്ലക്കുടിയുണ്ട്, താന്നിക്കുടിയുണ്ട്. മുകളിലോട്ട് പോകുന്നതോറും അല്ലേ? മാപ്പാറയുണ്ട്. അങ്ങനെ ഈ ഓപ്പോസിറ്റ് കാണുന്ന കട്ടിക്കാടെല്ലാം ഇതിന്റെ കോർ ഏരിയസ് അല്ലേ? കാര്യം സ്പീഡ് ബോട്ട് ആണെങ്കിലും ഇത്രയും ഹൈറ്റ്, ഇത്രയും വലിയ ഏരിയ നമ്മൾ മേളിൽ നോക്കുമ്പോൾ പതിയെ പോകുന്ന പോലെ തോന്നും. അതെ, ആക്ച്വലി അത് നല്ല സ്പീഡിലാണ് പോണേ. കാട്ടിനകത്ത് ആരോ തീയിട്ട് കാപ്പിയിട്ട് കുടിക്കുന്ന പോലെ ഉണ്ടല്ലോ, മഞ്ഞിറങ്ങിയതാട്ടോ. നമ്മൾ മല തിരിച്ചിറങ്ങുവാണേ, കവളപ്പാറയും തിരിച്ചിറങ്ങുന്നു.
ഇതുപോലുള്ള സ്ഥലത്തൂടെ പോകുമ്പോഴാട്ടോ നമുക്ക് ഞാൻ മുന്നേ പറഞ്ഞ ആ റിസ്ക് എലമെൻറ്റ് കൂടുതലുള്ളത്. കാരണം രണ്ട് സൈഡിലും കാട് കയറി അടഞ്ഞു കിടക്കുവാണേ. നമ്മളതിന് ഇടയ്ക്ക് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മുന്നേ മുകളിലോട്ട് കയറി പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഈ തെരുവക്കാട്ടിനകത്താണ് ആന നിന്നിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാടില്ലായിരുന്നെങ്കിൽ, ഈ തെരുവക്കാട് ഇതുപോലെ വളർന്നു നിന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ശരിക്കും കാണാവുന്ന ഒരു പരുവത്തിലായിരുന്നു, അത്രയും ഡിസ്റ്റൻസിലായിരുന്നു ആന ഉണ്ടായിരുന്നത്. കാട് കാരണം കാണത്തില്ല. നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ആനയോ അല്ലെങ്കിൽ കരടിയൊക്കെ ഒരുപാടുള്ള ഏരിയ കേട്ടോ ഇത്. അപ്പം കരടിയോ അങ്ങനെ എന്തെങ്കിലും ഈ കാടിനകത്തോ ഇടയ്ക്കോ നിന്നാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ പെട്ടെന്ന് അതിന് സർപ്രൈസായിട്ട് അതിൻ്റെ ഫ്രണ്ടിലോട്ട് ചെന്ന് പെട്ടാൽ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതൊക്കെയാണ് ഞാൻ മുന്നേ പറഞ്ഞ റിസ്ക് എലമെൻറ്റ് കേട്ടോ. പക്ഷേ ഇവർ നോക്കിയിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതെ, നമ്മൾ മലയുടെ മുകളിൽ നിന്ന് വീണ്ടും താഴെ നമ്മൾ കണ്ടത്തിലെത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിലാണ് ഒരു കൂട്ടം പന്നികളെ കിട്ടിയത്. അതിപ്പോൾ ഒന്ന് മാറ്റി ചവിട്ടിയ ഇതാണ് ഇതുപോലെ താഴെ. ഉണ്ടോ, ആ ഏരിയ ഫുള്ള് ഹെവി ചതുപ്പാട്ടോ. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ചെളിയാണ്. എല്ലാവരുടെയും കാല് താന്നിട്ടുണ്ട്. എങ്ങനെ ചവിട്ടിയാലും കുഴപ്പമില്ല. നമ്മൾ മലയിറങ്ങി ചതുപ്പിനകത്തൂടെയൊക്കെ കയറി ഇറങ്ങി ഇതേ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വീണ്ടും മഴ ചാറി തുടങ്ങുന്നുണ്ടേ. ഏതായാലും ഉച്ച കഴിഞ്ഞ് നമുക്ക് ഇനി നേരെ ക്യാമ്പിലെത്തിയിട്ട് ലഞ്ച്, അത് കഴിഞ്ഞ് വൈകിട്ടത്തെ ട്രക്കിങ്ങിന് കാലാവസ്ഥ എങ്ങനെയുണ്ടെന്ന് നോക്കണം. കേഴ ബാർക്കിംഗ് ഡിയർ 2 മെല്ലെ ഇറങ്ങി വരുന്നുണ്ട്. യെസ്, ഇത് നമ്മൾ മിക്കവാറും കാട്ടിൽ കയറുമ്പം കാണാൻ കിട്ടാറുള്ളതാണെങ്കിലും ഇത്രയും സമയം നിന്ന് കിട്ടാറില്ല കേട്ടോ. കാരണം നമ്മുടെ പ്രസൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ഇത് ഓടിപ്പോവാറാണ് പതിവ് കൂടുതലും. എന്നാൽ ഇപ്പം നമ്മൾക്ക് ചെറുതായിട്ട് മഴ ചാർന്നുള്ളതുകൊണ്ടും അപ്പുറത്തെ കരയിലായതുകൊണ്ടും നമ്മൾ വന്നേക്കുന്നത് അറിഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് കുറേ നേരം അപ്പുറത്ത് നിന്ന് കളിക്കുന്നുണ്ടായിരുന്നേ. ഓ, എന്നെ ഒരു ഫ്രെയിമാന്ന് നോക്കി. 2 ബോട്ട്, കുറേ മരങ്ങൾ, തേക്കടി ലേക്ക്. ഇവിടെ വെച്ചൊരു ഫോട്ടോ എടുക്കാം. നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കും തോറും മഴ ശക്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പെയ്തു തുടങ്ങി മഴ. നടക്കുന്ന സ്ഥലമൊക്കെ ചതുപ്പാണ് ആക്ച്വലി.
കാട്ടിൽ, അതും കൊടും കാട്ടിനകത്ത് മഴ പെയ്യുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടു കേട്ടോ. എന്നാ പെരുമഴയാന്ന് നോക്കി. നമ്മൾ ട്രക്കിങ് കഴിഞ്ഞ് തിരിച്ച് എത്താനാവണേ ഉള്ളൂ, അപ്പോഴത്തേക്കും പെരുമഴയായി കേട്ടോ. ചെറിയ മഴ അങ്ങ് ശക്തി പ്രാപിച്ചു. നല്ല ഭംഗി കേട്ടോ കാട്ടിനകത്തൂടെ മഴ കൊണ്ട് നടക്കാൻ. അങ്ങനെ നമ്മൾ ട്രക്കിങ് കഴിഞ്ഞ് നമ്മുടെ ഇപ്പുറത്തെ കരയിൽ നമ്മൾ ചെങ്ങാടത്തിൽ വന്ന് ഇറങ്ങിയ സ്ഥലത്തെത്തി കേട്ടോ. ഇനി വീണ്ടും ഇത് കയറി അക്കരെ എത്തിയിട്ട് ലഞ്ച് കഴിക്കണം. പെരും മഴ തകർത്തുകൊണ്ടിരിക്കുക ഇപ്പോഴും. അങ്ങനെ നമ്മൾ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് പെരും മഴയത്ത് തിരിച്ച് ക്യാമ്പിൽ എത്തിച്ചേർന്നിട്ടുണ്ടേ. നമ്മുടെ മീനൊക്കെ റെഡി ആയിട്ടുണ്ടാവും, പൊരിച്ചടിക്കണം. പൊരിച്ച് വെച്ചിട്ടുണ്ടാവും കേട്ടോ, എടുത്തടിച്ചാൽ മതി. ഗ്ലോസി ടൈപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ഈ മഴയത്ത് പോയിട്ട് ഇനി ചൂട് ചോറും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മഴ മാറുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അത് ചൂട് ചായയൊക്കെ കുടിച്ച് ഇവിടെ കാട്ടിലോട്ട് നോക്കിയിരിക്കാം. നമുക്ക് പുറത്ത് നല്ല മഴ തകർക്കുവാണേ. നമ്മൾ ട്രക്കിംഗ് കഴിഞ്ഞ് വന്നിട്ട് അപ്പോഴത്തേക്കും ചേട്ടന്മാർ നല്ല അടിപൊളി ചായ ഇട്ട് വന്നു കേട്ടോ. അപ്പോൾ ചോറിനതിന് മുന്നേ ഓരോ കട്ടൻ ചായ കുടിച്ചിട്ട് ചോറിനാം. ഇതാട്ടോ നമ്മുടെ അണിയറ പ്രവർത്തനങ്ങൾ. ഇതുണ്ടോ, ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. കുക്കിംഗ് തകർത്ത് നടക്കുന്നതുണ്ടോ. മീൻ പൊരിച്ച് വെച്ചേക്കുന്നു, മീൻ കറി വെച്ച് വെച്ചേക്കണം. അപ്പോൾ ഈ കിച്ചണിലാണ് ഇവിടുത്തെ പരിപാടികളൊക്കെ നടക്കുന്നത് കേട്ടോ. പുതിയ കിച്ചണാണ്. പുറത്ത് നല്ല പെരുമഴ തകർക്കുവാണേ. നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് വന്നൊന്ന് കുളിച്ചൊക്കെ റെഡി ആയിട്ട് ആദ്യം ഓരോ കട്ടൻ ചായ കുടിച്ചു കഴിഞ്ഞാൽ നല്ല ചൂട് ചോറ്, ഏതാണ്ടെല്ലാം കുറേ കറികൾ, പിന്നെ എന്താ കുയിൽ മീൻ കറി, കുയിൽ മീൻ വറുത്തത്, ഒരു കറി ഉണ്ടല്ലേ. ഇതാണ് കണ്ണൻ. ഇവിടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തന്നായിരുന്നല്ലോ. സ്ഥിരം ഇവിടെ ഉണ്ടാവാറുണ്ട് ആശാൻ. അപ്പോൾ ഇനി അഥവാ ഇവിടെ കണ്ടില്ലെങ്കിൽ തന്നെ ഒന്ന് നീട്ടി കണ്ണാന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റടുത്തുള്ള ഏതെങ്കിലും കാട്ടിൽ നിന്ന് ആശാൻ ഓടി വരുമെന്നാണ് പറയുന്നത് കേട്ടോ. എനിക്ക് അടുത്ത് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആശാൻ ഓടും, അത് വേറെ കാര്യം. പക്ഷേ എനിക്ക് കാട്ടിനകത്തുള്ള ഒരു പെറ്റ് ആനിമൽ എന്ന് വേണമെങ്കിൽ പറയാം. പെരുമഴ കേട്ടോ. തേക്കടിയിൽ ഇതുപോലത്തെ മഴ ഇതുവരെ പെയ്തിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് വേറെ ഒരു പരിപാടികളും നടക്കത്തില്ല. ട്രക്കിംഗ് ക്യാൻസൽ ചെയ്തു, വെറുതെ ഇവിടെ ഇരിക്കുവാണേ. അപ്പം പെരുമഴയും നല്ല തണുപ്പും ഒക്കെയാണ്. നമ്മുടെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ രാവിലെ മേടിച്ച കുയിൽ മീൻ ഇതേ വറുത്ത് വെച്ചേക്കുന്നു. അതുപോലെ അതിൻ്റെ തലയെല്ലാം കൂടെ കറി വെച്ചിട്ടുണ്ട്. ചപ്പാത്തി ചേട്ടന്മാരുണ്ടാക്കിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. രാവിലെ പെരുമഴ കേട്ടോ. ഇന്നലെ നമ്മൾ ഉച്ചക്കത്തെ ട്രക്കിംഗ് കഴിഞ്ഞ് വന്നപ്പം മുതൽ ഉച്ചയ്ക്ക് തുടങ്ങിയ മഴയാട്ടോ. ഇതുവരെ ഒരു ശകലം പോലും തോർന്നിട്ടില്ല. തുള്ളി തോരാതെ നിന്ന് പെയ്യുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഇന്നലെ വൈകിട്ടത്തെ ട്രക്കിംഗ് നമ്മൾ ക്യാൻസൽ ചെയ്തായിരുന്നു. ഓക്കെ, നമ്മൾ മിനിങ്ങാന്ന് വന്നതിനെക്കാട്ടിലും ശരിക്കും വെള്ളം കയറിയിട്ടുണ്ടേ. മഴ പെയ്തിട്ട് ഇങ്ങോട്ട് ഈ സൈഡിലോട്ടെല്ലാം വെള്ളം കയറി കിടക്കുന്നുണ്ടോ. നല്ല രീതിയിൽ വെള്ളം കൂടി. അതുപോലെ മഴയായിരുന്നു കേട്ടോ. ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങിയിട്ട് ഇന്ന് വെളുക്കുന്നോണം വരെ മഴയായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്, തീർന്നെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് മഴ തോർന്ന് നിൽക്കുന്ന ഗ്യാപ്പിൽ വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്.
അപ്പോൾ നമ്മുടെ ക്യാമ്പിലെ 3rd ഡേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ചക്കോട്ടിനുള്ള പരിപാടിയാണേ. അപ്പോൾ നമ്മുടെ ക്യാമ്പിൻ്റെ പകുതി മഴ കൊണ്ടുപോയി. ഫുഡിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ആസ്വദിച്ചിരുന്ന് ഫുഡ് കഴിക്കലായിരുന്നു ഇന്നലെ മുതൽ. അതെ, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, കുറവുണ്ടായിരുന്നില്ല. ഒരു രക്ഷയില്ലാത്ത തണുപ്പും കാറ്റും കേട്ടോ. അതുപോലെ ചാറ്റൽ മഴയുണ്ട്. മഴയൊന്ന് മാറിയതായിരുന്നു, വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വല്ലാത്ത ആംബിയൻസ് കേട്ടോ ഇവിടെ. മഴ നമ്മുടെ സൈറ്റിങ്സൊക്കെ കൊണ്ടുപോയെങ്കിൽ തന്നെ ഉണ്ടോ, മഴയത്ത് ഈ ലേക്കിന് നടുക്ക് അല്ലെങ്കിൽ ഒരു തുരുത്ത് പോലെ ദ്വീപ് പോലുള്ള സ്ഥലത്ത് 2 ദിവസം ഉൾക്കാട്ടിൽ ചുറ്റും കടുവയും കരടിയും കാട്ടുപോത്തും ആനയൊക്കെ ഉള്ള സ്ഥലമാണ്. നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് തന്നെ ഒരുപാട് സൈറ്റിങ്സ് പലപ്പോഴും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മുന്നത്തെ വീഡിയോകളിലൊക്കെ നമുക്ക് ഒരുപാട് സൈറ്റിങ്സ് കിട്ടിയിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഉള്ള നമുക്കുണ്ടെന്നറിയാവുന്ന ഈ കാടിനടുക്ക് താമസിക്കുന്നത് തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്തത് ഇതാണ് കേട്ടോ. നമ്മുടെ ഇത്തവണത്തെ സീസൺ 3 ഫുൾ ടീം ഞാനുണ്ട് അതിനകത്ത്. അപ്പോൾ നമ്മുടെ ക്യാമ്പിലെ പുലികൾ എന്നിട്ടില്ലേ, അറുമുഖൻ ചേട്ടനും സതീഷ് ചേട്ടനും, ഇനി വേറെ 2 പുലികളും കൂടെ ഉണ്ട്, അവരെയും കൂടെ പരിചയപ്പെടുത്താം. ഇവരൊക്കെ നമ്മുടെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഉണ്ട് കേട്ടോ. സതീഷ് ചേട്ടനൊക്കെ ഇവിടുത്തെ ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നതൊക്കെ നമ്മുടെ മുന്നത്തെ വീഡിയോകളിലും മുന്നത്തെ സീസൺ 2 സീസൺ 1 വീഡിയോകളിലൊക്കെ ഉണ്ട് കേട്ടോ. ബാക്കിയുള്ളവരെ കൂടെ പരിചയപ്പെടുത്താവേ. നമ്മുടെ ടൈഗർ ട്രെയിലിലെ ബാക്കി പുലികൾ കേട്ടോ. നമ്മൾ ഇവരെ മുന്നത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. കോശായൻ, പിന്നെ അതുപോലെ സൂര്യൻ ചേട്ടൻ, അതെ ഇവരൊക്കെ കേട്ടോ ടൈഗർ ട്രെയിലിനെ ഓടിച്ചുകൊണ്ട് പോകുന്ന സാരഥികൾ കേട്ടോ. ഉണ്ടോ, നമ്മുടെ മഴയുടെ ശക്തി അറിയണമെങ്കിൽ നമ്മൾ ഇന്നലെ കരയിൽ നിന്ന് മരത്തെ കെട്ടിയിട്ടിട്ട് പോയത്, അവിടെ എല്ലാം വെള്ളം കയറിയതുണ്ടോ, വെള്ളത്തിൽ ഇറങ്ങിയെന്നാണ് ഇപ്പോൾ അഴിക്കുന്നത്. എന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ടൈഗർ ട്രെയിൽ ബുക്ക് ചെയ്യണമെങ്കിലേ പെരിയാർ ടൈഗർ റിസർവിൻ്റെ കീഴിൽ ബാക്കിയുള്ള ഏത് പ്രോഗ്രാംസും ബുക്ക് ചെയ്യുന്നത് പോലെ തന്നെ പെരിയാർ ടൈഗർ റിസർവ് .org വെബ്സൈറ്റ് വഴിയാണ് ഇത് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾക്ക് വരുന്ന ചാർജ് 2 നൈറ്റ് സ്റ്റേ ആണെങ്കിൽ 10,000 രൂപയാണ് ചാർജ് വരുന്നത് കേട്ടോ, പെർ ഹെഡ്. അതിനകത്ത് പിന്നെ നമ്മളിവിടെ വരുമ്പോൾ മുതലുള്ള എല്ലാ നേരത്തെ ഫുഡും അതുപോലെ ട്രക്കിങ്ങും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. പിന്നെ സിംഗിൾ നൈറ്റ് പ്രോഗ്രാമും ഉണ്ട് ടൈഗർ ട്രെയിലിൽ. സിംഗിൾ നൈറ്റിന് വരുന്നത് 7,500 രൂപയാണ് പെർ ഹെഡ് വരുന്നത് കേട്ടോ. അതുപോലെ ഈ പ്രോഗ്രാം നടക്കണമെങ്കിൽ മിനിമം 2 പേരുണ്ടായിരിക്കണം, മാക്സിമം 6 പേർക്ക് അറ്റ് എ ടൈം പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ ഇവിടെ 3 ടെൻറ്റേ ഉള്ളൂ, ഒരു ടെൻറ്റിൽ 2 പേര് വീതം. അപ്പോൾ നിങ്ങൾ ഒരാളായിട്ടാണ് ബുക്ക് ചെയ്ത് വരുന്നതെങ്കിൽ വേറൊരാൾ മിക്കവാറും നിങ്ങളുടെ ടെൻറ്റിലുണ്ടാവും. കാരണം ഈ പ്രോഗ്രാം മിക്കവാറും ഫുള്ളായിട്ടാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തലേദിവസമൊന്നും നോക്കാതെ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വെക്കണം. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഓടുന്ന ഒരു പ്രോഗ്രാമാണ്, നല്ല തിരക്കുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പം വരാൻ താല്പര്യമുള്ളവർ അവധിക്കാലത്തേക്കൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി പെരിയാർ ടൈഗർ റിസർവ് .org വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇതിനെ ബാക്കിലോട്ട് ഓവർ വെയിറ്റ് കൊടുക്കരുത്. എനിക്ക് തിരിച്ചു വന്നപ്പോഴത്തേക്കും തണുപ്പ് കാരണേ കോട കയറിയിരിക്കുന്നുണ്ടോ. പെരിയാറിൽ അല്ലെങ്കിൽ തേക്കടിയിൽ ഇങ്ങനെ കോട കയറി കാണുന്നത് അത്ര അപൂർവമല്ല, എന്നാലും അത്ര റെഗുലറായിട്ട് കയറാറുമില്ല കേട്ടോ. എനിക്ക്
ഡെക്കാത്തലോണിൻ്റെ പുതിയ ഹൈക്കിംഗ് ഷൂ മേടിച്ച് ഏതായാലും കാര്യമായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഗുണമാണ് ഉണ്ടായത്. ഒന്ന്, ഇതിന് നല്ല ഗ്രിപ്പുണ്ട്, മഴ പെയ്ത് മുഴുവൻ തെന്നിക്കിടക്കാണ്. അപ്പോൾ നല്ല ഗ്രിപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല വാട്ടർ പ്രൂഫും കൂടിയാണ് ഈ സാധനം. വാട്ടർ പ്രൂഫ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയ്ക്കും വിചാരിച്ചില്ല കേട്ടോ. അതിനകത്തോട്ട് വെള്ളം ഒഴിച്ചാൽ മാത്രമേ കയറുള്ളൂ. അല്ലാതെ എന്നാ കാണിച്ചാലും വെള്ളത്തിൽ എത്ര മുക്കിയാലും ഇതിനകത്ത് വെള്ളം കയറത്തില്ല കേട്ടോ. നല്ല ക്വാളിറ്റി സാധനമാണ്. നമ്മൾ ഡെക്കാത്തലോണിൻ്റെ കളമശ്ശേരി ഷോറൂമിൽ നിന്ന് ട്രക്കിങ്ങിന് വരുന്നതിന് തൊട്ട് ദിവസം പോയി മേടിച്ചത് കേട്ടോ. നമ്മൾ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയതിനെക്കാട്ടിലും എന്തുമാത്രം വെള്ളം കയറിയിട്ടുണ്ടെന്ന് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും കേട്ടോ. ചേട്ടൻ പറഞ്ഞൊരു 3-4 അടിയെങ്കിലും ഹൈറ്റിലോട്ട് വെള്ളം കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ. നമ്മൾ അങ്ങോട്ട് പോയതിനെക്കാട്ടിലും 4 അടി ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്നാ ഡിഫറൻസാണ്. അതുകൊണ്ട് ഇരുകര മുറ്റി വെള്ളം. കിടിലൻ ക്യാമ്പായിരുന്നു. നമുക്ക് മഴയുണ്ടായിരുന്നതുകൊണ്ട് നമ്മുടെ സൈറ്റിങ്സ് ഒക്കെ കുറേയൊക്കെ മഴ കൊണ്ടുപോയി. നമ്മൾക്ക് കാര്യമായി നമ്മൾ പ്രതീക്ഷ സാധാരണ ഇവിടെ കിട്ടുന്ന രീതിയിലുള്ള സൈറ്റിങ്സ് കിട്ടിയില്ല. എന്നാൽ പോലും ഹെവി എക്സ്പീരിയൻസ് ആട്ടോ ഇവിടെ വന്ന്. കാരണം ഞാനിത് 3ാമത്തെ തവണയാണ്, സീസൺ 3. അപ്പോൾ ഞാൻ ഇനിയും വരുന്നുണ്ട്. നമ്മുടെ വേനൽക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയുടെ കമൻറ്റിലിടുക. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. ഒരുപാട് ഫോറസ്റ്റ് സ്റ്റേകളും അതുപോലെ ട്രക്കിംഗ് വീഡിയോസും പിന്നെ കുറച്ച് ഫാമിലി ട്രിപ്സും ഒക്കെ ആയിട്ട് ഫുള്ള് ട്രാവൽ റിലേറ്റഡ് വീഡിയോസ് മാത്രമേ നമ്മുടെ ചാനലിലുള്ളൂ. അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.